നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ജനസേവനത്തിനൊപ്പം നിയമ പഠനത്തിലും മികവ്. ആദിചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡിന് കൊട്ടിയം ബാബുൽ ഖൈർ കൂട്ടായ്മയുടെ സ്നേഹാദരം. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടും ആദിചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥത്തോടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ നിയമപഠനത്തിലും മികച്ച വിജയം കൈവരിച്ച അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡിന് ബാബുൽ ഖൈർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി. ആദിചനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുന്നതിനിടയിലും തൻ്റെ പഠനവും വ്യക്തിപരമായ ലക്ഷ്യങ്ങളും മാറ്റിവെക്കാതെ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് LLB പഠനം പൂർത്തിയാക്കി ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിച്ച അഭിമാനകരമായ നേട്ടത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിനായാണ് ബാബുൽ ഖൈർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭാരവാഹികളും പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി സ്നേഹാദരം നൽകിയത്. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നത് വലിയ ഉത്തരവാദിത്വമുള്ള പദവിയാണ്. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഭരണപരമായ ചുമതലകൾ, ജനങ്ങളുമായുള്ള നിരന്തരമായ ഇടപെടലുകൾ തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങൾ ഒരു പ്രസിഡന്റിൻ്റെ പ്രവർത്തന ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം ഔദ്യോഗിക ചുമതലകളും പൊതുപ്രവർത്തന രംഗത്തെ തിരക്കുകളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലും പഠനത്തിനായി സമയം കണ്ടെത്തി തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിയമപഠനം പൂർത്തിയാക്കി ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിച്ചത് അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും തെളിവാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ തിരക്കുകൾക്കിടയിലും പഠനം ഉപേക്ഷിക്കാതെ മുന്നേറിയത് സമൂഹത്തിന് തന്നെ ഒരു വലിയ മാതൃകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനൊപ്പം നിയമത്തെക്കുറിച്ചുള്ള അറിവ് കൂടി നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം ഭാവിയിലെ ജനസേവനത്തിന് കൂടുതൽ കരുത്തേകുമെന്നതും ശ്രദ്ധേയമാണ്. ഒരു ജനപ്രതിനിധിക്ക് നിയമത്തെയും ഭരണഘടനാപരമായ സംവിധാനങ്ങളെയും ഭരണ നടപടികളെയും കുറിച്ചുള്ള അറിവ് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിയമപഠനം വിജയകരമായി പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡിൻ്റെ ഈ നേട്ടം വ്യക്തിപരമായ വിജയം എന്നതിലുപരി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രചോദനമാണ്. ജനസേവനത്തിനൊപ്പം വിദ്യാഭ്യാസവും ഉത്തരവാദിത്വവും അറിവും രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം നിയമബോധവും ചേർത്ത് പിടിച്ചാണ് അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡ് ഈ മഹത്തായ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ തിരക്കുകൾക്കും ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്കും മുന്നിൽ പിന്മാറാതെ സ്വന്തം സ്വപ്നങ്ങൾക്കായി സമയം കണ്ടെത്തി ലക്ഷ്യത്തിലേക്ക് മുന്നേറിയ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര യുവതലമുറയ്ക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. പദവി പഠനത്തിന് തടസ്സമല്ലെന്നും തിരക്കുകൾ സ്വപ്നങ്ങളെ തകർക്കേണ്ടതില്ലെന്നും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും വിജയം നേടാനാകുമെന്നും അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഈ മഹത്തായ നേട്ടത്തിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ബാബുൽ ഖൈർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭാരവാഹികളും പ്രവർത്തകരും അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡിൻ്റെ ഭവനത്തിലെത്തി അദ്ദേഹത്തെ ആദരിച്ചത് ഏറെ ഹൃദയസ്പർശിയായ നിമിഷമായി മാറി. അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡിൻ്റെ നേട്ടത്തിൽ സന്തോഷം പങ്കുവെച്ച ബാബുൽ ഖൈർ കൂട്ടായ്മ ജനസേവന രംഗത്തും നിയമരംഗത്തും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചു. സ്നേഹാദരവ് ചടങ്ങിൽ ബാബുൽ ഖൈർ കൂട്ടായ്മ സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ, എക്സിക്യൂട്ടീവ് അംഗം ഷെഫീഖ് സിതാര, ഗ്രൂപ്പ് അംഗം ഷിബു റാവുത്തർ എന്നിവർ പങ്കെടുത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനസേവനത്തിൻ്റെ പാതയിൽ മുന്നേറുന്ന ജനപ്രതിനിധി, പഠനത്തിലൂടെ അറിവിൻ്റെ പുതിയ വാതിലുകൾ തുറന്ന നിയമജ്ഞൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം വിദ്യാഭ്യാസവും നിയമബോധവും ചേർത്ത് പിടിച്ച പ്രചോദനാത്മകമായ വ്യക്തിത്വം. അഡ്വക്കേറ്റ് ജിനോക്കി എഡ്വേർഡിൻ്റെ ഈ നേട്ടം ആദിചനല്ലൂരിൻ്റെ അഭിമാനമായി മാറുകയാണ്. അഭിനന്ദനങ്ങൾ, ആശംസകൾ.